പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എക്സ്ക്ലൂഡ് കാറ്റഗറി എന്താണെന്ന് നോക്കണം. അതായത് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഡാറ്റയിലെ സംഖ്യകൾ സം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചില ഡാറ്റകൾ ചില സംഖ്യകൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്തണ്ട, ആ സമ്മിൽ ഉൾപ്പെടുത്തണ്ട. അപ്പോൾ ആ സംഖ്യകളുടെ സമ്മ് നമുക്ക് വേറെ ഒരു സെക്ഷനിലും ടോട്ടൽ ബാക്കിയുള്ള സംഖ്യകളുടെ സമ്മ് ബാലൻസ് സംഖ്യകളുടെ സമ്മ് വേറൊരു സെക്ഷനിലും അങ്ങനെ 2 സെക്ഷനിലായിട്ട് കിട്ടണം. ഇപ്പോൾ നമുക്കിവിടെ കുറേ വൗച്ചർ ടൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്. വൗച്ചറിൻ്റെ രാജ്യം എന്ന് പറയുന്നത് TA ആണ്, രാജ്യന് TA കൊടുത്തതാണ്. അതുപോലെ തന്നെ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ജുവിന് TA കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാമ്പ് പോസ്റ്റേജ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ നമുക്ക് ഈ സെറ്റ് ഓഫ് ഡാറ്റയിൽ നമുക്ക് TA എന്ന് പറയുന്നത് മാത്രം TAയുടെ ടോട്ടൽ സെപ്പറേറ്റും ബാലൻസ് എമൗണ്ടിൻ്റെ ടോട്ടൽ വേറൊരു സെപ്പറേറ്റ് കോളത്തിലും നമുക്ക് അങ്ങനെ 2 കോളത്തിലായിട്ട് നമുക്ക് എമൗണ്ടുകൾ കിട്ടണം. TAയുടെ ടോട്ടൽ മാത്രം നമുക്ക് സെപ്പറേറ്റും TA ഒഴിച്ചിട്ടുള്ള ടോട്ടൽ വേറെയും കിട്ടണം നമുക്ക്. അതെങ്ങനെയാണ്? അത് ഒഴിച്ച് നമുക്ക് ബാക്കിയുള്ള TAയുടെ ഒഴിച്ച് ബാക്കിയുള്ള സംഖ്യകളുടെ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ക്ലൂഡ് കാറ്റഗറി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ TAയുടെ സമ്മ് കിട്ടാൻ നമുക്ക് സം ഇഫ് ഉപയോഗിക്കാം. ഈക്വൽ ടു സം ഇഫ് റേഞ്ച് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടത് ആ കാറ്റഗറി പറഞ്ഞു കൊടുക്കുക, റേഞ്ച്. അപ്പോൾ നമുക്ക് വൗച്ചർ ടൈപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വൗച്ചർ ടൈപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്. വൗച്ചർ ടൈപ്പാണ് നമ്മുടെ ഇവിടെ കാറ്റഗറി. അതിൽ TA മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം നമുക്ക് ഇനി കാറ്റഗറി ക്രൈറ്റീരിയ പറഞ്ഞു കൊടുക്കണം. ക്രൈറ്റീരിയ ബ്രാക്കറ്റിൽ നമുക്ക് TA എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി സം റേഞ്ച് പറഞ്ഞു കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ്, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് TAയുടെ സമ്മ കിട്ടി, TAയുടെ ടോട്ടൽ കിട്ടി. TAയുടെ ടോട്ടൽ 1150 നമുക്കൊന്ന് നോക്കി നോക്കാം. TA എന്നുള്ള സംഖ്യകൾ TAയ്ക്ക് നേരെയുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കുക. അപ്പോൾ കണ്ടോ 1150 കിട്ടി നമുക്ക്. അത് കറക്റ്റാണ്. ഇനി നമുക്ക് ഈ 1150 TAയുടെ എമൗണ്ട് കഴിച്ച് ബാക്കിയുള്ള സംഖ്യകളുടെ എമൗണ്ട് ടോട്ടൽ കിട്ടണം നമുക്കിവിടെ. ആ ടോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സം ഇഫ് എസിലെ എക്സ്ക്ലൂഡ് കാറ്റഗറി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഈക്വൽ ടു സം ഇഫ് എസ് പറയുക. സം ഇഫ് എസ് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സം റേഞ്ച് പറഞ്ഞു കൊടുക്കണം. നമ്മൾ മുന്നത്തെ പോലെ തന്നെ സം റേഞ്ച് പറഞ്ഞു കൊടുത്തു. കോമഡ് ക്രൈറ്റീരിയ റേഞ്ച് 1 പറഞ്ഞു കൊടുക്കുക. ക്രൈറ്റീരിയ റേഞ്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു TA ആണ്. ഇതിൽ ഒറ്റ റേഞ്ചിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്തത് എക്സ്ക്ലൂഡ് കാറ്റഗറി കൊടുക്കുകയാണ്. അടുത്ത ക്രൈറ്റീരിയ നമ്പർ റേഞ്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം ക്രൈറ്റീരിയ 1ൻ്റെ അവിടെ നമ്മൾ അതിൻ്റെ എക്സ്ക്ലൂഡ് കാറ്റഗറി കൊടുക്കുകയാണ്. കോട്ട്സിൽ നോട്ട് ഈക്വൽ ടു എക്സ്ക്ലൂഡ് കാറ്റഗറി അടിച്ചതിന് ശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് എന്ത് ചെയ്യണം, കോമയിട്ട് കൊടുക്കുക. ഇനി ആ റേഞ്ച്, അതായത് കാറ്റഗറി റേഞ്ച് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണം. ഏത് കാറ്റഗറി അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുള്ള വൗച്ചർ ടൈപ്പ് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണം. ഒന്നും കൂടി പറഞ്ഞു കൊടുക്കുക. അത് സെലക്ട് ചെയ്യുക, കോമയിട്ട് കൊടുക്കുക. കോമയിട്ട് കൊടുത്തിട്ട് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നോട്ട് ഈക്വൽ ടു. ഇനി നമുക്ക് എന്താണ് നോട്ട് ഈക്വൽ ടു വേണ്ടത്, ഏതാണ് വരേണ്ടാത്തത്. TA ആണ് നമുക്ക് വരേണ്ടാത്തത്. അപ്പോൾ നമുക്ക് അവിടെ നോട്ട് ഈക്വൽ ടു TA എന്ന് അടിച്ചു കൊടുക്കണം. TA എന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ആ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പം നമുക്കവിടെ വന്നു. TA ഒഴിച്ചിട്ട് ബാക്കിയുള്ള സംഖ്യകളുടെ ടോട്ടലാണ് ഇപ്പോൾ നമുക്ക് ആ ബാലൻസ് എമൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്നത് 9075 ടോട്ടൽ ഈ സംഖ്യകളുടെ ടോട്ടൽ എമൗണ്ട് 9075 നമുക്കവിടെ കാണാം. ഇനിയിപ്പോൾ അതിൽ നമ്മൾ TA ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്ത് നോക്കാം നമുക്ക് ആ എമൗണ്ട് കിട്ടുന്നുണ്ടോയെന്ന്. കറക്റ്റാണ്, 9075 ടോട്ടൽ എമൗണ്ട് കിട്ടി. ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ എമൗണ്ടുകളിൽ എന്തെങ്കിലും ചേഞ്ചസ്, അതായത് TA വൗച്ചർ ടൈപ്പിൽ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഈ എമൗണ്ടുകളിലും മാറ്റം സംഭവിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ ടി എ രാജ്യം എന്നുള്ള ടി എന് പകരം നമുക്ക് എന്ത് ചെയ്യാം, രാജ്യത്തിന് ടി എ കൊടുത്തതിന് പകരം
വെറുതെ ജനറൽ എക്സ്പെൻസ് എന്ന് ഇട്ടു. അപ്പോൾ അവിടെ ടിയുടെ ഈ എമൗണ്ട് കുറഞ്ഞു, മറ്റേ ടോട്ടൽ എമൗണ്ടിൽ കൂടി, അതായത് ബാലൻസ് എമൗണ്ടിൽ കൂടി, ടോട്ടലിൽ വ്യത്യാസമില്ല. ഇനി അടുത്തത് നമ്മൾ ഇപ്പോൾ 2 ടിയുടെ എമൗണ്ടാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അടുത്ത് വെറുതെ അത് ടി എന്നാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ എമൗണ്ട് വീണ്ടും ഇതിൽ കൂടി, അതുപോലെ ബാലൻസ് എമൗണ്ടിൽ കുറഞ്ഞു വന്നു. അടുത്തത് ലേബർ എന്നുള്ളത് നമ്മൾ വീണ്ടും എന്താക്കാണ്, അതൊന്നുകൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കാം, അത് ടി ആക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഇത് ടി എ ടോട്ടലിൽ കൂടി വന്നു, ബാലൻസ് എമൗണ്ട് എന്നുള്ള കുളത്തിൽ സെല്ലിൽ അത് എമൗണ്ട് കുറഞ്ഞു വന്നു. ഇങ്ങനെയാണ് നമ്മൾ എക്സ്ക്ലൂഡ് കാറ്റഗറി വെച്ചിട്ട് സമ്മിഫസ് കാണുന്നത്. അതായത് ചില എമൗണ്ടുകൾ ഒഴിവാക്കി നമുക്ക് സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ക്ലൂഡ് കാറ്റഗറി, സമ്മിഫസിൽ എക്സ്ക്ലൂഡ് കാറ്റഗറി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും